അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഈവൻറ്റിനെ പറ്റിയിട്ടാണ്. ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഫങ്ഷൻ വരുമ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ചില ഫങ്ഷൻസിന്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അറിയാം. അപ്പം അങ്ങനെ അതുപോലൊരു ഫങ്ഷനാണിതും. ട്രാവൻകൂർ ഫാഷൻ നൈറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ അവളാണ് ഇന്ന് എനിക്ക് മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞ് കണ്ടില്ലേ, കുഞ്ഞ് വന്നതിൻ്റെ സന്തോഷമുണ്ട്. എൻ്റെ വീട്ടിൽ അവൾ വന്നു ആദ്യമായിട്ട്. രണ്ടാമത്തെ കണ്ടോ, അവൾക്കാണ് മേക്കപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ. അതെ, രക്ഷയില്ല, ആൾ ഭയങ്കര നോട്ടിയാണ്. അപ്പം മാളുവിൻ്റെ മേക്കപ്പ് പേജിന് ഇടാൻ പറയാം. മാളു ഹായ്. അപ്പോൾ മാളു ഇപ്പം എൻ്റെ മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അവളെന്തായാലും ഒരു അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ അവളുടെ പേജ് താഴെ ടാഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് ഉണ്ട്, വൈബു ഇങ്ങനെ എന്താ പറയുക, ബബ്ലു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നടപ്പുണ്ട് ബബ്ലുവിൻ്റെ. ഇപ്പം നമ്മൾ കഴിയാറായി, ഹെയറും കൂടെ ചെയ്താൽ നമുക്കിത് കഴിയും. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അവർ പിക്ക് ചെയ്തു, നമ്മൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അൽസാജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇനിയിപ്പോൾ എത്താൻ താമസിച്ചു. എന്തായാലും നമ്മൾ എത്തി. ആദ്യം കണ്ട എൻ്റെ അർസ്ലാൻ ബേബിയാണ്, അർസ്ലാൻ ഖുറേഷി. ആൾ ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്കൊക്കെ നോക്കിയാൽ അറിയാം. സോ ഈസ് മൈ ലിറ്റിൽ ബേബി. ആളുടെ ബ്രദറാണ് അടുത്തിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഓരോ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട് ആൾ. അപ്പോൾ അവനോട് ഞാൻ നോക്കാൻ പറയുന്നുണ്ട് ഫോട്ടോ. അവനും വേറെ ലോകത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിൽ രണ്ട് ക്യൂട്ട് പിള്ളേരാട്ടോ, രണ്ടുപേരും സ്മാർട്ട്. ഒരാൾ ബോക്സറോ ഒക്കെയാണ്, ഒരാളിവിടെ റാംബോക്ക് സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇൻ്റർനാഷണലി. അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ. അപ്പോൾ എന്തായാലും അവന് പ്രൈസൊക്കെ കിട്ടിയിട്ട് അവൻ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് ഇവരാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഫുൾ ഫാമിലി എൻ്റെ വീട്ടിലുണ്ട്. എന്താവുന്ന പട്ടിക്കുട്ടി എടുത്ത് ആ കുഞ്ഞിനെ പേടിപ്പിക്കാൻ കൊണ്ടുപോവാ. അങ്ങനെ ഒരു രസമായിരുന്നു. നമ്മുടെ ആദ്യക്കുട്ടൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നമുക്കിനി കാണാം. അത് ബബ്ലുവിനെ ഇല്ലടേ തുറക്കറിഞ്ഞൂടാ. ഇല്ല, തുറക്കൂല. ലോക്ക് ഇട്ടുമാ, എനിക്കറിഞ്ഞൂടെ, തുറക്കൂല. മക്കളെ ആണോ ഇത്? ആദു ഇന്ന് നീലക്കോയിൽ ആദുവിനെ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാ അതുകൊണ്ട് അടുത്ത് ചോദിച്ചില്ലേ? ആദു അതൊന്നും ചെയ്യില്ലമ്മാ. ഓടണേ. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ അവാർഡ് എനിക്ക് മൊമെൻറ്റോ ആണ്. അപ്പോൾ അത് എനിക്ക് നേരത്തെ കാണിക്കാൻ പറ്റിയില്ല. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഫുൾ ഈവൻറ്റ്സ് ആയിരുന്നു. എന്താ പറയുക, ഇന്നിപ്പം ട്രാവൻകൂർ ഫാഷൻ നൈറ്റിൻ്റെ ഒരു ഈവൻ്റ് ആയിരുന്നു ചീഫ് ഗസ്റ്റായിട്ട്. സോ അതിപ്പം എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് അർസ്ലാൻ ഖുറേഷി, എൻ്റെ ബേബി, എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഫാമിലിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഫംഗ്ഷന് മോനും ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കല്ല എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ അർസ്ലാൻ്റെ കൂടെ കുറച്ച് നല്ല സമയം കിട്ടി. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ നിങ്ങൾ കണ്ട പോലെ തന്നെയാണ്
എനിക്കിന്ന് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേസ് ഇറ്റ്സ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് കുറേ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസും ഉണ്ടായി. ഇന്ത്യൻ സിനിമ ഗാലറി അങ്ങനെ കുറേ നീലക്കുയിൽ പോലത്തെ. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത് ഷിഫാസ് എന്ന് പറയുന്ന ഒരു ബുട്ടീക്കാണ്. പിന്നെ എൻ്റെ മേക്കപ്പ് ചെയ്തേക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വജ്ര മേക്ക് ഓവർ ബൈ സ്നേഹ ആണ്. ഞാൻ വേണമെങ്കിൽ താഴെ ടാഗ് ചെയ്തേക്കാം. അവളാണ് ചെയ്തത് എൻ്റെ മേക്ക് ഓവർ. സോ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു, ദൈവം സഹായിച്ചു. സോ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.